Let us invite the whole panel today to contribute to this great, beautiful day. And let me introduce Anirudh sir. I know him for a long time. He is a person who's training people, corporate schools, and a lot of people on mindfulness. And today evening, we are very blessed to have his training session. And Anirudh sir has also contributed lots to the welfare of the society. He has been doing a lot of YouTube promotions. He's been supporting the government, and he's worked hard, so hard for this today morning and today's event. Sir, please come and felicitate the crowd. Thank you. നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത് ഹാപ്പിനെസ് ഡേ ആണ്. ഹാപ്പിനെസ് ഡേ, ഓക്കെ. ഇന്ന് മാർച്ച് 20-ാം തീയതിയാണ്. ആസ് പെർ UNO ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആയിട്ടാണ് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. നമ്മളിന്ന് അത് ചെറായി ബീച്ച് സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ ഹാപ്പിനെസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ പേര് പ്രിയ പറഞ്ഞ പോലെ തന്നെ അനിരുദ്ധൻ ദേവദാസ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ്. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. പക്ഷെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളത് കൊച്ചിയിലാണ്, എൻ്റെ സുഹൃത്തുക്കൾ. അങ്ങനെ ഞങ്ങൾ ഈ ചെറായി ബീച്ചിലൂടെ ഒരു ദിവസം നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് തരുന്നത് പ്രകൃതിയാണ്. നമുക്ക് ഹാപ്പിനെസ് തരുന്നത് ഏറ്റവും കൂടുതൽ മറ്റു വസ്തുക്കളെക്കാൾ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ഹാപ്പിനെസ് തരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചെറായിൽ ഹാപ്പിനെസ് ഡേ സെലിബ്രേറ്റ് ചെയ്തുകൂടാ എന്നൊരാശയം ഞാൻ ന്യൂമാൻസിനുമായിട്ട് പങ്കുവെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെ വന്ന് 5 മിനിറ്റ് ഈ പ്രകൃതിയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു, മനസ്സിലെ മാറ്റം വരുന്നു. അപ്പോൾ അത് കറക്റ്റാണല്ലോ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണല്ലോ പറഞ്ഞു. അപ്പോൾ ഇതേ സ്റ്റേജിന്റെ ഇവിടെ നിന്നാണ് ഞങ്ങളത് തീരുമാനിക്കുന്നത്. ഈ വർഷത്തെ ഹാപ്പിനെസ് ഡേ നമുക്ക് ചെറായിൽ വെച്ച് ചെയ്യാം. കാരണം നിങ്ങൾ കടലിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാം. എന്താണ് ഹാപ്പിനെസ്? എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സുഖമല്ല. സുഖം പറയുന്നത് പ്ലസന്റ് ആണ്. ഹാപ്പിനെസ്സിന് ഡെഫിനിഷൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആകുലതകളില്ലാതെ, വിഷമങ്ങളില്ലാത്ത മനസ്സ്, കണ്ടീഷൻസ് ഇല്ലാത്ത മനസ്സ്, മൈൻഡ് എംപ്റ്റി ആവുന്നതിനെയാണ് ഹാപ്പിനെസ് എന്ന് പറയുക. നമുക്ക് പല പല മെറ്റീരിയലിസ്റ്റിക് തിങ് ഉണ്ട്. നമുക്കൊരു പുതിയ കാറ് വാങ്ങിയാൽ നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാവുക, പുതിയൊരു വീട് വെച്ചാൽ നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാവുക, ഒരു കല്യാണം കഴിച്ചാൽ ഒരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാവും. ഇതൊക്കെ എത്ര കാലം ഉണ്ടാവും? കല്യാണം എന്ന് പറയുമ്പോൾ വളരെ ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം പ്ലസന്റ് ഫീലിംഗ്സ് ആർ അൺസ്റ്റേബിൾ ആണ്. നമുക്ക് ഇന്നത്തെ ദിവസം തിരിച്ചറിയേണ്ടത് പ്ലസന്റ് ഫീലിംഗും ഹാപ്പിനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് മാത്രം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് സുഖത്തിന് വേണ്ടിയാവുമ്പോൾ അത് ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ടാണ് ആ സുഖം നമുക്ക് പിന്നീട് ദുഃഖം തരുന്നു, പിന്നീട് ദുഃഖം മാറി ന്യൂട്രൽ ആവണം. അപ്പൊ പ്ലസന്റ് ഫീലിംഗ്, അൺപ്ലസന്റ് ഫീലിംഗ്, ന്യൂട്രൽ ഫീലിംഗ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആവശ്യപ്പെടുന്നത് സുഖം, പക്ഷെ നമുക്ക് കിട്ടുന്നത് ദുഃഖം. അതാണ് നമ്മൾ എന്നും അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രെസ് നമുക്ക് മാറ്റാൻ ഉള്ളൊരു ടെക്നിക്കാണ് കൾട്ടിവേറ്റ് ഹാപ്പിനെസ് ഇൻ യുവർ മൈൻഡ്. ഹാപ്പിനെസ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 24 hours നിങ്ങൾക്ക് ഹാപ്പിനെസ്സേ വരുള്ളൂ. ഹാപ്പിനെസ്സിനെ കൾട്ടിവേറ്റ് ചെയ്താൽ 24 മണിക്കൂറും മനസ്സ് ഹാപ്പിനെസ് വരും. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറയാം, അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സോ മെനി തിങ്സ് ഇൻ യുവർ മൈൻഡ് അല്ല, എംപ്റ്റിങ് ദി മൈൻഡ് ആണ്. സിമ്പിൾ. യുവർ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസിനെ നമ്മൾ മാറ്റുക, അതിനെ കുറച്ചു കൊണ്ടുവരിക. അല്ലാതെ നമ്മൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തിങ്ക് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യുന്ന പറഞ്ഞാൽ യു ആർ എംപ്റ്റിങ് ദി മൈൻഡ്. അതാണ് നമ്മൾ ഈ കടലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശാലമായ കടൽ എന്ന് പറഞ്ഞാൽ വിശാലമായ മനസ്സുണ്ടാക്കാനാണ് പറയുന്നത്. ബിഗ് മൈൻഡ്. ബിഗ് മൈൻഡ് ആണ് നമ്മൾ ഇന്ന് കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ബിഗ് മൈൻഡിൽ നിങ്ങൾക്ക് ട്രാങ്ക്വാലിറ്റി, പീസ്, കാംനെസ്, ഹാപ്പിനെസ് ഡെവലപ്പ് ആവും. Right now, I'm humbled to welcome our chief guest of the day, Sri Yoga Acharya Ubendran Ji. Let us honor this wonderful genius, Sri Yoga Acharya Ubendran Ji. Give a big hand. Sir, we are so humbled to have you.
In fact, I have no words to talk about him. 35 വർഷം യോഗയിലേക്ക് ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ഒരു കാലത്തിൽ ഈ യോഗ ഫ്രീ ആയിട്ട് ആൾക്കാരെ പഠിപ്പിച്ചും എത്രയോ വലിയ വലിയ ആൾക്കാർ ലൈക്ക് മോഹൻലാൽ, സുരേഷ് ഗോപി, എവ്രിബഡി ഹസ് ഫെലിസിറ്റേറ്റഡ് ഹിം ആൻഡ് വി ടേക്ക് ദിസ് ഒക്കേഷൻ ടു താങ്ക് ഹിം സർ. താങ്ക് യു സോ മച്ച്. ലെറ്റ് us വെൽക്കം ഹിം ടു ദ സ്റ്റേജ്. ഗുരുജനങ്ങളെ, നിങ്ങൾക്ക് അവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. സുഖം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഈ ശരീരത്തിൽ തന്നെ സുഖമുണ്ട്. അതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സ് ഏകാഗ്രമാക്കി അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ വളരെയധികം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സുഖം എവിടെ ഇരിക്കുന്നു ചോദിച്ചാൽ ഇവിടെ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ശിവൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചൂടം പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗം അല്ലേ? അത് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ കാല് കുത്തി നിൽക്കുന്ന അവിടെ നിന്ന് ഉയർന്നു പോകാൻ, അവിടെ നടന്നിരുന്ന് നമ്മൾ സുഖം എവിടെയെന്ന് ചോദിച്ചല്ലോ, അതിലേക്ക് വേണ്ടി നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഒരു വളവുണ്ട്. അവിടെ സർപ്പങ്ങളും മറ്റ് ഹീന ജന്തുക്കളും നമ്മൾ ഉപദ്രവിക്കാനുണ്ട്. അതിനെല്ലാം കട്ടി തകർത്തുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്തെ ബാലചന്ദ്രനെ കാണാം. നമ്മൾ ഇരുട്ടത്താണ് തപ്പി നടക്കുന്നത്. ആ ബാലചന്ദ്രൻ്റെ ആ നേരിയ വെളിച്ചത്തിൽ കൂടി വീണ്ടും നടന്ന് ഇന്ന് ചെല്ലുമ്പോൾ നല്ല പ്രകാശത്തോടുകൂടി ഗംഗാദേവി നമുക്ക് ജലം തരുന്നു എന്നാണ് സാധാരണ വെപ്പ്. അതല്ല, അതിൻ്റെ ഒരു വാക്ക് നമ്മൾ നാമം ചെല്ലാറുണ്ട്. ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. ശിവശംഭോ. അത്രയും ബുദ്ധിമുട്ടി നാം ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങി വരുമ്പോഴാണ് ആ ഗംഗാദേവി ഇവിടുന്ന് ജലം തരുന്നമല്ലേ. അതാണ് അമൃത്. അറിയാമോ? അമൃത് എവിടെ ഇരിക്കണേ? ശരീരത്തിൽ. എല്ലാ സുഖങ്ങളും ശരീരത്തിലുണ്ട്. പക്ഷെ നമ്മളത് കാണുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. എങ്ങും പോകണ്ട, എവിടെയും പോകണ്ട, ഇവിടെയും പോകണ്ട, പറൂരും പോകണ്ട, കട്ടത്തോട്ടിനും എങ്ങും പോകണ്ട, ഇവിടെ ഇരുന്നാലുണ്ടാവും അമൃത്. അമൃത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മൃതിയില്ലാത്തതെന്നാണ്. ഈ മനുഷ്യ ശരീരത്തെ എത്ര നാൾ കൊണ്ടേ നടക്കാം? എത്ര നാൾ കൊണ്ടേ നടക്കാം? യുഗയുഗാന്തരമായി ഈ വായു പ്രവർത്തിക്കുന്നുണ്ട്. അല്പസമയമെങ്കിലും വായു പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. വായു പ്രവർത്തിക്കാതെ വന്നാൽ നിശ്ചലം. മനുഷ്യ ജീവജാലങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നതായ ഒന്നാണ് നമുക്ക് യാതൊരു പ്രകാശവുമില്ലാതെ നമ്മൾ ഈ അമൃതിനെ നമുക്ക് സേവിക്കണം. അമൃതിൻ്റെ സ്വാദെന്താണ്? ഉപ്പാണോ പൊടിയാണോ കറുപ്പാണോ എന്താണെന്ന് അറിയും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അവിടത്തേക്ക് ചെല്ലാനായിട്ട് നമുക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചെല്ലുന്ന ചില ആളുകൾ, ലക്ഷത്തിൽ പറഞ്ഞ 1-2 ആളുകൾ, അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോയിട്ടുള്ള ആളുകളാണ്
നമ്മളെ ഋഷീശ്വരന്മാർ അമരമർദ്ദ കഴിക്കുന്നുണ്ട്. ഈ അമൃത് നമുക്ക് കഴിക്കാൻ സാധിക്കണം. വായ കൊണ്ട് പറഞ്ഞാൽ മതിയാവോ, പ്രവർത്തിക്കണം. അമൃത് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മൃതിയില്ലാത്തതാണ്. അത് കഴിച്ചാൽ നമുക്കും രോഗമുള്ളിടത്തോളം കാലം നമുക്ക് ജീവിക്കാം. ഇത്രയും യുഗയുഗാന്തരമായിട്ട് വായു പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ആ വായു നമ്മളുടെ ശരീരത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് മുടങ്ങാതെ പ്രവർത്തിച്ചാൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. മറ്റ് വ്യായാമങ്ങളുണ്ടെങ്കിലും യോഗയുടെ ഒന്ന് പ്രവർത്തനം ഒരു പ്രത്യേക രീതിയിലാണ്. യോഗം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് യോഗമെന്ന് പറയാം. അപ്പം നമ്മൾ യോഗം എന്ന് പറഞ്ഞു ശരീരവും വായുവും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതിന് യോഗം എന്ന് പറയുന്നത്. അങ്ങനെ ആ യോഗം കൈയാളിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞതായ ഈ അമൃതിനെ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ യോഗീശ്വരന്മാർ. ആദ്യത്തരം കോടാനുകോടി ഇനങ്ങളുള്ള എത്രണ്ണം ഞാനും ഒന്നാ രണ്ടാ കാണും, അത്രയേ ഉള്ളൂ. അപ്പം ശരീരത്തിൻ്റെ സുഖം അനുഭവിക്കണമെങ്കിൽ ഈ യോഗയിൽ കൂടി വേണം അഭ്യസിക്കൂ. അത് ശാസ്ത്രീയമായി അത് ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് നമ്മൾ അത് വേണ്ട വിധത്തിൽ അത് പ്രവർത്തിച്ചാൽ നമുക്കും ആ സ്ഥാനത്ത് ചെയ്യാം. ഇത് പെട്ടെന്ന് പിടിച്ച് വലിച്ച് പറിച്ചെടുക്കുന്നതല്ല. യുഗയുഗാന്തരമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ച് ആ സ്ഥലത്ത് ചെന്നാൽ നമുക്കും ഭക്ഷിച്ചാൽ നമുക്ക് സുഖം. ആ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ് ആ സുഖം? ഉപ്പാണോ കയ്പ്പാണോ എരിവാണോ മധുരം എന്താന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും പറയാൻ പറ്റാത്തതായ ഒരു പരമസുഖമാണ് അമൃതിനെ കഴിച്ചാൽ. അമൃത് അതിന് നാശമില്ല. ഈ ശരീരത്തെ നമുക്ക് സംരക്ഷിക്കാൻ കൂടി സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യം മുതൽ നമുക്ക് സംസാരിക്കണമെന്ന് അതിൻ്റെ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. Just like you have Bible, Quran, Gita, you should have Patanjali in your home. It is a secret book of yoga. I request Anirudh sir to honor E.K. Jain sir. He is a Panchayat president. Thank you so much for supporting us and being here. We are honored. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ധന്യമായിരിക്കുകയാണ്. ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള പ്രധാനമന്ത്രിയിൽ നിന്നു ഉൾപ്പെടെ ആദരവ് ഏറ്റുവാങ്ങിയ ഏറ്റവും ബഹുമാന്യനായ ഒരു കർമ്മയോഗിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. തീർത്തും അത് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന് ഒരു അനുഗ്രഹമാണ്. നിരവധിയായ പുരസ്കാരങ്ങളും അവാർഡുകളും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മുടെ ഉപേന്ദ്രൻ ആശാൻ തന്നെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. മനസ്സും ശരീരവും എങ്ങനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് ചലിപ്പിക്കുവാൻ യോഗയാണ് ഏറ്റവും നല്ല ക്രിയ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള യോഗാഭ്യാസവും അതിൻ്റെ പ്രവർത്തികളുമാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. പ്രിയപ്പെട്ട ഉപേന്ദ്രൻ ആശാന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വെൽക്കം ടു മൈൻഡ്ഫുൾനെസ് ജേർണി ടു കേരള, ദി ചെറായ് ദി ഹാപ്പിനെസ് ഡെസ്റ്റിനേഷൻ. ഈ ബ്രോഷർ ഇന്ന് ലോഞ്ച് ചെയ്യാണ്. അപ്പം നമ്മൾ ഇന്ന് മുതൽ വെറും ചെറായ് അല്ല, ചെറായ് ദി ഹാപ്പിനെസ് ഡെസ്റ്റിനേഷൻ എന്നൊരു
ടാഗ് ലൈൻ കൂടിയാണ് ഇനി അറിയപ്പെടുന്നത് ലോകം മുഴുവൻ. അത് നമ്മളെ ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേയിലാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ദി ചെറായ്, ദി ഹാപ്പിനെസ് ഡെസ്റ്റിനേഷൻ. ലോകത്തിൽ തന്നെ ഇത് ഒരു മാതൃകയാവട്ടെ. ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഹാപ്പിനെസ്സിന് പ്രോത്സാഹനം നൽകുന്നു. ഹാപ്പിനെസ്സിന് പഠിക്കാൻ വേണ്ടി ചെറായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വന്നതിന് താങ്ക്സ്. എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. എന്തായാലും താങ്ക്സ് എ ലോട്ട് ടു എവരിബഡി. മാർച്ച് 20 വേൾഡ് ഹാപ്പിനെസ് ഡേ ആണ്. നമ്മളോടൊപ്പം ഇന്ന് ചേറായിലുള്ളത് പ്രശസ്ത മൈൻഡ്ഫുൾ ട്രെയിനർ, മെൻറ്ററായിട്ടുള്ള അനിരുദ്ധൻ ആണ്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് അനിരുദ്ധൻ ദേവദാസ്. ഞാൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ മാസ്റ്ററാണ്. അതായത് നമുക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20th മാർച്ച് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആണ്. 2012 മുതൽ യുണൈറ്റഡ് നേഷൻസ് എല്ലാ വർഷവും മാർച്ച് 20 അന്താരാഷ്ട്ര സന്തോഷ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ചെറായി, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ചെറായി ബീച്ചിനടുത്താണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എത്രയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള, അതായത് നമ്മുടെ ഗുരുവായിട്ടുള്ള 106 വയസ്സുള്ള ഉപേന്ദ്രൻ യോഗാചാര്യ എന്ന വ്യക്തിയെ നമ്മൾ ആദരിക്കുന്നുണ്ട്. 106 വർഷം ഇപ്പോഴും ഹാപ്പിയായി ജീവിക്കുന്നു യോഗാചാര്യ ഉപേന്ദ്രൻജി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ മൈൻഡ്ഫുൾ ലീവിങ് ആണ് അതിന് കാരണം, ഹാപ്പിനെസ് ആണ് അതിന് കാരണം. അതേപോലെ നമ്മൾ മൈൻഡ്ഫുൾനെസ് ജേർണി ടു കേരള, ദി ചെറായ് ദി ഹാപ്പിനെസ് ഡെസ്റ്റിനേഷൻ എന്നൊരു ബ്രൗഷർ ലോഞ്ചിങ് കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ അത് കഴിഞ്ഞാൽ ചെറായ് ബീച്ച് ക്ലീനിങ് എന്ന ഒരു പ്രൊജക്റ്റ് കൂടെ ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് കാരണം ഇന്ന് ഈ മറൈൻ അനിമൽസിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറായ് ബീച്ച് ക്ലീനിങ് എന്നൊരു പ്രൊജക്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്നാൽ നമ്മളെല്ലാവരും സന്തോഷമായിരിക്കുക, മനുഷ്യന്മാർ മാത്രമല്ല സന്തോഷമായിരിക്കേണ്ടത്, മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൂടെ സന്തോഷം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്ലാസ്റ്റിക് മുക്തമായ കേരളം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മുക്തമായ ബീച്ചസ് എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ പോലെ ഒരു കപ്പിൾ ഇന്ന് ചേറായി ബീച്ചിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ആവാൻ എന്താണ് നോർമലി നിങ്ങളത് ചെയ്യുന്നത്? Happiness, like what I feel, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അത് നമ്മളെല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആരായിക്കോട്ടെ, റിച്ച്, പുവർ, അഗ്ലി, ബ്യൂട്ടിഫുൾ, അതിനെ നമ്മൾ റിവോക്ക് ചെയ്യണം. അത് നമ്മളുടെ അടുത്ത് ഫ്രീ ആയിട്ട് വരത്തില്ല. അത് നമ്മൾ റിവോക്ക് ചെയ്യണം. അപ്പോൾ ആ റിവോക്ക് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് നമ്മൾ എപ്പോഴും നിലനിർത്തുക. രണ്ടാമത്തേത്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഹാപ്പിനെസ്, not taking. നോട്ട് ടേക്കിംഗ്. It's giving. Yeah, giving companionship, understanding each respect. other, mutual respect, കെയറിങ് ആൻഡ് ഷെയറിങ്. yeah, ഇതിലാണ് ഹാപ്പിനെസ്. happiness. അതെ, എനിക്ക് മാത്രം ഹാപ്പിനെസ് ആകാൻ പാടില്ല. He should also be happy first to make me happy. ആൻഡ് തേർഡ്, ഇൻ ദ ഹാപ്പിനെസ് നമ്മൾ കണ്ടെടുത്തോളം നമ്മൾ വേറെ ആളുടെ ഗ്രോത്താണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. അത് കാണുമ്പം ഉള്ളത്. നേരെ മറിച്ച് നമ്മൾ മാത്രം ഗ്രോ ചെയ്യാൻ ഉള്ള ഉദ്ദേശമുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും നമ്മൾ ഹാപ്പി ആവത്തില്ല. അപ്പോൾ ഈ ഹാപ്പിനെസ് ഡേ ആയിട്ട് ബാക്കിയുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ എന്താണ് സാറ് ഇത് നൽകുന്നത്? Yeah, others, what we can say is that always try to search for happiness within. ആ ഒരു സെർച്ചിൽ നമ്മൾ വിജയിച്ചാൽ നമ്മളെ കംപ്ലീറ്റ് യൂണിവേഴ്സ് വിൽ ബി ഹാപ്പി. ഹാപ്പിനെസ് ഒരാളുടെ ബർത്ത് റൈറ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ദി ബർത്ത് റൈറ്റ് ഓഫ്
an individual. Happiness is a universal fact and we have to work to attain that. താങ്ക് യു. വേൾഡ് ഹാപ്പിനെസ് ഡേ ആയിട്ട് താങ്കളെ ഹാപ്പിനെസ് ആയിട്ട് നിലനിർത്തുന്നതിൻ്റെ ഇതാണ് അതിൻ്റെ ഗുട്ടൻസ്. ഹാപ്പിനെസ് ഇസ് എ പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മുടെ മൈൻഡിലുള്ള ഒരു ചോയ്സാണ് ഹാപ്പിനെസ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ലൊരു സാഡ്നെസ് അറിഞ്ഞ ആൾക്കാണ് ഹാപ്പിനെസ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. ആൻഡ് ഹാപ്പിനെസ്സിന് നമ്മൾ ഫിസിക്കലി, മെൻ്റലി ആൻഡ് സ്പിരിച്വലി വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഓർസെൽവ്സ്. അതാണ് ഹാപ്പിനെസ്സിൻ്റെ സീക്രട്ട്. ആൻഡ് ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റീരിയസ് സീക്രട്ട് എന്ന് പറയുന്നത് ബ്രെത്താണ്. അതായത് നമ്മൾ ഓരോ നിമിഷം ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു വലിയ ചാലഞ്ചാണ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടി നമ്മൾ ലൈഫിൽ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് സാഡ്നെസ്സിലും ഹാപ്പിനെസ്സിലും ഒരു സെയിം സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ജോയ്ഫുൾനെസ്. മറ്റുള്ളവർ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ മാഡം നൽകുന്ന ഒരു മെസ്സേജ്. മറ്റുള്ളവർ ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ ഹാപ്പി ആവണം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ ആൾക്കാരിൽ കാണുന്നത് ദേ ആർ നോട്ട് ഏബിൾ ടു ബി ഹാപ്പി. So if you are happy, you will be able to radiate that. And the greatest happiness is positive energy. It is a responsibility of a person. You have to be responsible to your body, mind and spirit. Then you will naturally radiate happiness. ഹാപ്പിനെസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് താങ്കളെ ഹാപ്പിയായി നിലനിർത്തുന്നത് എന്താണ്? വർക്കൗട്ട്സിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹാപ്പി ആയിട്ടിരിക്കാൻ. എന്ത് വർക്കൗട്ട്? സുംബയാണ് കൂടുതലും ചെയ്യുന്നത്. സ്ഥിരം ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? താങ്കളുടെ പ്രൊഫഷനാണോ? ഇൻസ്ട്രക്റ്റഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ചെയ്യിപ്പിക്കാനും എബിലിറ്റി നമുക്കുണ്ടാവും. അപ്പം ഇവരുടെ സുംബയാണ് ഇവർക്ക് ഒരു ഹാപ്പിനെസ് നൽകുന്നത്. താങ്ക് യു. Wish you all a happy day. So ഇതിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടി we are going to start with Zumba. ഹാപ്പിനെസ് ഷോൻ്റെ ലോഞ്ചാണിന്ന്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഹാപ്പി അല്ലേ? ഹാപ്പിനെസ് മെഡിറ്റേഷനാണ്. CEO ട്രെയിനറായ പ്രിയ ശിവദാസിനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ അവരെ അനുവദിക്കണം. അതാണ് ഹാപ്പിനെസ്. സോ ഇന്നൊരു ചെറിയ തിരുത്തൽ ഞാൻ ചെയ്യുവാണ്. നിങ്ങൾക്ക് എന്താ ഏറ്റവും ഇഷ്ടം അത് നിങ്ങൾ ചെയ്യണം. മക്കൾക്ക് എന്താ ഏറ്റവും ഇഷ്ടം അത് അവരെ ചെയ്യാൻ വിടണം. ലോകത്തിൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്താൽ വാർ ഉണ്ടാവില്ല. അധികം കേൾക്കാത്ത ഒരു മെഡിറ്റേഷൻ ആയിരിക്കും മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിച്ചേരാനുള്ള റീസൺ തന്നെ അന്താരാഷ്ട്ര സന്തോഷ ദിവസമാണ്. അതായത് ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ചെറായി ബീച്ച് സ്റ്റേജിൽ വെച്ചിട്ട് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഓക്കെ, അതിൽ നമുക്ക് യോഗ ഡേ പോലെ തന്നെ, നിങ്ങൾക്ക് യോഗ ഡേ കേട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെയാണ് ഹാപ്പിനെസ് ഡേ എന്നൊരു ഡേ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ് ചെയ്ത് 2012 മുതൽ ഈ എല്ലാ വർഷവും മാർച്ച് 20 ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആയിട്ട് ലോകം മുഴുവൻ അത് ആഘോഷിക്കാറുണ്ട്. ഇൻ
ഔട്ട്. ഇൻ, ഔട്ട്. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ശരീരം ശാന്തമാകുന്നു എന്ന് മനസ്സിൽ പറയൂ. പുറത്തേക്ക് ശ്വാസം വരുമ്പോൾ ശരീരം ശാന്തമാകുന്നു. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. പുറത്തേക്ക് ശ്വാസം പോകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ഒരു